നമ്മളുടെ ചിന്തയ്ക്കായിട്ട് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു വാക്യമാണ് ഞാൻ വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. ആൻഡ് ഏബ്രഹാം സെഡ്, മൈ സൺ, ഗാഡ് വിൽ പ്രൊവൈഡ് എ ലാംബ് ഫോർ ദ സാക്രിഫൈസ്. വയോമർ ഏബ്രഹാം എലോഹീം ഇറിയേ, ദ ലോർഡ് വിൽ പ്രൊവൈഡ്. യഹോവ കരുതും. പശ്ചാത്തലം എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള, വളരെ പരിചിതമായൊരു പശ്ചാത്തലമാണ്. അബ്രഹാമിന് വാർദ്ധക്യത്തിൽ ദൈവം നൽകിയ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിയായ മകൻ ഇസ്ഹാക്ക്. ദൈവം അബ്രഹാമിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി അബ്രഹാമിനോട് പറയുന്നു, നിൻ്റെ മകനെ, നീ സ്നേഹിക്കുന്ന ഇസ്ഹാക്കിനെ തന്നെ ഞാൻ നിന്നെ കാണിക്കുന്നിടത്ത് യാഗമർപ്പിക്കണം. അല്പമല്ലാത്ത പ്രയാസമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഡിമാൻഡാണ് ദൈവം വച്ചത്. ചെറിയതല്ലാത്ത പ്രയാസം. സാധാരണഗതിയിൽ മക്കളുടെ ലൈഫിന് പകരം തങ്ങളുടെ ലൈഫിനെ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അമ്മയപ്പന്മാർ. കുഞ്ഞിനെ വിട്ടേരെ, എന്നെ എടുത്തോളൂ എന്ന് ചിന്തിക്കുന്നവരാണ് പൊതുവെ പേരൻസ് എന്ന് പറയുന്നത്. അതാണ് മനുഷ്യൻ്റെയും ചില മൃഗങ്ങളുടെയും ഒക്കെ പ്രത്യേകത. ദൈവം വളരെ പ്രയാസമേറിയ ഒരു ചോദ്യം, ഒത്തിരി പ്രയാസമേറിയ ഒരു ചോദ്യം, ഒരു ഡിമാൻഡ് ദൈവം അബ്രഹാമിന് മുൻപിൽ വെച്ചു. അബ്രഹാമിനോട് 4-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുന്നു, നീ 2-ാമത്തെ വാക്യം, അപ്പോൾ അവൻ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ. ആൻഡ് എബ്രഹാം വാസ് ഒബീഡിയൻറ്റ് ടു ഗോഡ്സ് വേർഡ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ ഇസ്ഹാക്കിനെ തന്നെ. ദൈവം നമ്മളോട് പലപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങൾ, ഡിമാൻഡ് ചെയ്യുന്ന, ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, വില കൊടുക്കാതെയുള്ള ആരാധന ദൈവം ഒരിക്കൽ പോലും അതിൽ പ്രസാദിക്കുന്നില്ല. God will never get pleased with a sacrifice where you do not pay something. വില കൊടുക്കാതെയുള്ള ആരാധന. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മൾ മൂല്യം മനസ്സിലാക്കി ദൈവത്തിന് വേണ്ടി ചെയ്യണം. കോസ്റ്റ് ഇല്ലാതെ, വിലയില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാനായി ഒരു മനുഷ്യനും നമ്മൾ കൊടുക്കുന്ന വസ്തുവിൻ്റെയോ അല്ലെങ്കിൽ സാധനങ്ങളുടെ അല്ലെങ്കിൽ പണത്തിൻ്റെയോ അതല്ലെങ്കിൽ ആരോഗ്യത്തിൻ്റെയോ എമൗണ്ടിനെ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ആ കാര്യം ചെയ്യാനായിട്ട് എത്രമാത്രം വില. പൊതുവെ നമ്മൾ പറയുന്നൊരു കാര്യമാണ് ദ തിയോളജി ഓഫ് ലെഫ്റ്റ് ഔട്ട്. ശേഷിച്ചത് എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ച് നമുക്കൊരാഴ്ചയിൽ 7 days 24 hours വെച്ച് അതിൽ ശേഷിക്കുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഉണ്ടെങ്കിൽ, പൊതുവെ നമ്മൾ ആൾക്കാർ നമ്മളോട് സഹായം ചോദിച്ചാൽ ഓക്കെ നോക്കട്ടെ, വല്ലതും മിച്ചം ഉണ്ടെങ്കിൽ തരാം. അപ്പം മിച്ചത്തിൻ്റെ ദൈവശാസ്ത്രം എന്ന് വേണേൽ പറയാം. ദൈവത്തിൽക്കലേക്ക് ദൈവം ആഗ്രഹിക്കുന്ന ഒരിക്കൽ പോലും ലെഫ്റ്റ് ഔട്ടിൻ്റെ, ശേഷിപ്പിൻ്റെ ഒരു പ്രതികരണത്തെക്കുറിച്ചല്ല, മറിച്ച് കാതലായതിനെ ദൈവത്തിൻ്റെ മുൻപാകെ അർപ്പിക്കുന്നതിനെക്കുറിച്ച്. സ്തോത്രം. വളരെ പ്രധാനപ്പെട്ടതിനെ ദൈവത്തിൻ്റെ മുൻപാകെ യാഗമാക്കുന്നതിനെ കുറിച്ച്. പഴയ നിയമം ഉൽപ്പത്തി പുസ്തകം ഞാനിപ്പോൾ എൻ്റെ വ്യക്തിപരമായ പഠനത്തിൽ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ തന്നെ കുറേ ആഴ്ചകളായിട്ട് ഫ്രൈഡേസിലും ഞാൻ സംസാരിക്കുന്നത്. ഓരോ സന്ദർഭങ്ങളിലായിട്ട് ഈ പൂർവ്വപിതാക്കന്മാർ, അബ്രഹാം ആണെങ്കിലും ഇസ്ഹാക്ക് ആണെങ്കിലും യാക്കോബ് ആണെങ്കിലും യാത്ര ചെയ്യുന്ന ഇടങ്ങളിൽ ആവർത്തിച്ച് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അവർ യാഗപീഠം പണിതു, യഹോവയെ ആരാധിച്ചു.
ഈ യാഗപീഠം എന്ന് പറയുന്നത്, യാഗപീഠം, ദി ആൾട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ പ്ലേസ് വെയർ യു കിൽ സംതിങ്, യു ബേൺ സംതിങ്, ആൻഡ് വാട്ട് വിൽ ബി ലെഫ്റ്റ് ഔട്ട്? യാഗത്തിന് ശേഷം എന്തായിരിക്കാം അവൻ ശേഷിക്കപ്പെടുക? ആഷസ്. അപ്പം ചാരമാകലിനെ കുറിച്ചാണ് യാഗപീഠം പണിതു എന്ന് പറയുമ്പോൾ വേദപുസ്തകം അർത്ഥമാക്കുന്നത് ശൂന്യമാകുന്നതിനെ കുറിച്ചാണ്. അപ്പം അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാമേ, നീ സ്നേഹിക്കുന്ന ഫസ്റ്റിൽ നിന്റെ മകനെ. അപ്പോൾ ഒബ്വിയസ് ആയിട്ട് അബ്രഹാം ചെയ്യാൻ സാധ്യതയുള്ള കാര്യം ഇസ്മായിലിനെ പിടിക്കുക എന്നുള്ളതാണ്. കാരണം ദാസിയുടെ മകനായതുകൊണ്ട് കുറച്ച് എളുപ്പത്തിൽ സാറയുടെ ആ ഒരു കമ്പൽഷൻ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് അത് യാഗമാക്കാൻ എന്ന് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ദൈവം സ്പെസിഫിക്കായിട്ട് പറഞ്ഞു, നിന്റെ ഏകജാതനെ, അപ്പോഴും ആദ്യജാതനായ ഇസ്ഹാക്കിനെ കുറിച്ച് തന്നെ ചിന്തിക്കാൻ കഴിയും. അപ്പോൾ ദൈവം കുറച്ചും കൂടെ പ്രിസൈസായിട്ടൊരു ആൻസർ പറഞ്ഞു, ഇസ്ഹാക്കിനെ തന്നെ. അപ്പോൾ നമുക്ക് വളരെ കൃത്യമാണ് എന്തിനെയാണ് അബ്രഹാം വളരെ പ്രാധാന്യത്തോടെ ഏറ്റവും ഇൻറ്റൻസായിട്ട് സ്നേഹിക്കുന്നത്. ആ വിഷയത്തെയാണ് ഇപ്പം ദൈവം ചോദിക്കുന്നത്. ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് ശേഷിപ്പുള്ളതിൽ ഒന്നിനെ, സാധാരണ സുവിശേഷ വിലയ്ക്ക് വേണ്ടി ആൾക്കാർ വിടുന്നതിനെക്കുറിച്ച് പണ്ട് കാലത്തൊക്കെ ഉള്ളൊരു ഒരു സംഭാഷണമായിരുന്നു. പിള്ളേർ പഠിക്കാത്തത്, 10ാം ക്ലാസ്സിൽ തോറ്റതിനെ പിന്നെ മറ്റൊന്നിനും കൊള്ളത്തില്ല, എന്നാൽ പിന്നെ സുവിശേഷ കർത്താവിന് കൊടുത്തേക്കാം. അങ്ങനെ കൊടുത്തിട്ടുള്ള പിള്ളേരാരും പരാജയപ്പെട്ടിരുന്നില്ല കേട്ടോ, അതൊരു സത്യമാണ്. ഈ മിടുക്കന്മാരെ ജോലിക്കൊക്കെ വിട്ടിട്ട് അവരെ അപ്പനെ അമ്മയെ നോക്കിയിട്ടുമില്ല. അപ്പം ഈ ലെഫ്റ്റ് ഔട്ടിനെ കർത്താവിന് കൊടുത്തിട്ടും ദൈവം അങ്ങ് തള്ളിക്കളഞ്ഞിട്ടൊന്നുമില്ല. അതല്ല ഞാൻ പറയാൻ വരുന്നത്. അപ്പം ഏറ്റവും നല്ല ദൈവം ഡിമാൻഡ് ചെയ്യുന്നത് എന്തായിരിക്കാം? ഏറ്റവും പ്രിയപ്പെട്ടത്. വിൽസൺ എന്തായിരിക്കാം ഏറ്റവും പ്രിയപ്പെട്ടത്? അല്ലെങ്കിൽ ഗ്ലാഡ്വിൻ എന്തായിരിക്കാം ഏറ്റവും പ്രിയപ്പെട്ടത്? ദൈവം ചോദിക്കുന്നത്, ആ പ്രിയപ്പെട്ടതിനെ നീ എടുത്തോണ്ട് ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന സ്ഥലത്ത് എന്ന് യു മേക്ക് എ സാക്രിഫൈസ്. നീയെ യു കട്ട് എ കവനൻറ്റ്, നീയൊന്ന് ഞാനുമായിട്ടൊരു ഉടമ്പടി ചെയ്യും. അബ്രഹാം ഈ മോനെ എന്തായാലും യാഗമർപ്പിക്കാൻ ആവശ്യമായ വിറകുകെട്ടൊക്കെ എടുക്കാൻ കഴിവുള്ള ഈ ചെറുക്കനെയും കൊണ്ട്, ഈ യൗവനക്കാരനെയും കൊണ്ട്, കഴുതയും ദാസന്മാരുമൊക്കെ ആയിട്ട് ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന വഴിക്ക് അപ്പനോട് മകനൊരു ചോദ്യം ചോദിച്ചു. കുഞ്ഞുങ്ങളൊക്കെ ഇടയ്ക്ക് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. അത് ചോദ്യത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളുണ്ട്. അവിടുത്തെ ചോദ്യം, അപ്പാ കത്തിയുണ്ട്, തീയുണ്ട്, വിറകുണ്ട്. കത്തിയും തീയും അപ്പനെടുത്തു, വിറക് മോൻ്റെ തോളെ കൊടുത്തുന്ന. അപ്പം നമ്മുടെ കയ്യിൽ എന്തുണ്ട്? കത്തിയുണ്ട്, തീയുണ്ട്, വിറകുണ്ട്. അടുത്ത ചോദ്യം, യാഗത്തിനുള്ള മൃഗം എവിടെ? ആ ഒരു ചോദ്യം ഒരു പക്ഷേ അബ്രഹാമിൻ്റെ ചങ്ക് തകർത്ത് കാണാം. നിങ്ങളോട് ദൈവം അങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു ഹ്യൂമൻ സാക്രിഫൈസിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഒരു ഡിമാൻഡ്, ഏറ്റവും പ്രിയപ്പെട്ട ഒന്നിനെ കൊടുക്കണമെന്ന് പറയുമ്പോൾ ആ കുഞ്ഞ് വന്നിച്ച് നിങ്ങളോട് ചോദിക്കുകയാണ്, വേർ ഈസ് ഇറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു മറുപടി ഉണ്ടാകുമായിരിക്കുമോ? ഒരു ഉത്തരം ദൈവം എന്നോട് ചോദിക്കുന്നത് ഇതാണ്. പക്ഷേ അബ്രഹാമിനെ നോക്കിയേ, അബ്രഹാം പറയുന്നൊരു പദം എലോഹീം ഇറിയേ, ദൈവം കരുതും. ദൈവത്തിന് വേദപുസ്തകത്തിൽ നൽകപ്പെട്ട ഒത്തിരി പേരുകളുണ്ട്, ഒത്തിരിയും പേരുകളുണ്ട്. എലോഹീം എന്നും യാഹ്വ എന്നും യഹോവ റാഫ എന്നും ഇഷ്ടംപോലെ പേരുകൾ. എൽ റോയ്, കാണുന്ന ദൈവം, കേൾക്കുന്ന ദൈവം, പരിപാലിക്കുന്ന ദൈവം, നടത്തുന്ന ദൈവം. ജഹോവ ജൈറ, കരുതുന്ന ദൈവം. ഇതെവിടെ നിന്നുണ്ടായി വന്നത്? അബ്രഹാമിനും ഇസ്ഹാക്കിനും ഉണ്ടായ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന്, വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിൽ നിന്ന്. മോൻ അപ്പനോട് ചോദിച്ചു, നമ്മുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും, എനിബഡി, നമ്മുടെ ജോയൽ ചെന്നിട്ട് ഷിജോയോട് ചോദിക്കുക, പപ്പ ഇതെങ്ങനെ നടക്കും? അപ്പോൾ അപ്പൻ പറയാ, മോനെ, ദൈവം
കരുതും. അതൊരു ചെറിയൊരു വാക്കല്ല അതിന് പറയാൻ പറ്റുന്നത്. ദാറ്റ്സ് നോട്ട് എ സിമ്പിൾ വേർഡ്. ദാറ്റ് ബിക്കംസ് വൺ ഓഫ് ദി ടൈറ്റിൽസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പേരുകളിലൊരു പേരായിട്ട് മാറി എന്ന് പറയുമ്പോൾ, ഞാനവിടെ നിന്നുകൊണ്ടൊരു ദൂത് നിങ്ങളോട് പറഞ്ഞിട്ട് മുമ്പിലോട്ട് പോകാം. സം ഓഫ് യുവർ പേഴ്സണൽ എക്സ്പീരിയൻസസ്, നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ദൈവവുമായിട്ടുള്ള കൺഫ്രണ്ടേഷനിലെ ചില അനുഭവങ്ങൾ ഒരു പക്ഷേ മറ്റുള്ളവർക്ക് മാർഗദീപമായി തീരാനുള്ള സാധ്യതയുണ്ട്. സ്തോത്രം. നിങ്ങളുടെ വ്യക്തിപരമായിട്ട് ദൈവത്തോടുള്ള ആ ഒരു എൻകൗണ്ടർ ഒരു പക്ഷേ ചിലർക്കെങ്കിലും ഒരു ഡയറക്ഷൻ കൊടുക്കുന്നതിന്, നോക്കൂ, അബ്രഹാം ഇസ്ഹാക്കിനോട് പറഞ്ഞ പദം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് ആവർത്തിച്ച് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ദൈവം നടത്തും. ഞാൻ കഴിഞ്ഞ സദ്യയിൽ പറഞ്ഞായിരുന്നു, നമ്മുടെ റോബിൻ പപ്പയ്ക്ക് ആക്സിഡൻ്റൊക്കെ ഉണ്ടായി, വീട്ടിൽ മൊത്തം പ്രശ്നമായി. അപ്പോൾ ഞാൻ അവനെ വിളിക്കുമ്പോഴൊക്കെ അവൻ പറയും, ഓ പാസ്റ്റങ്ങളെ ഭയങ്കര പ്രശ്നം, അവന് ചെറിയൊരു ഡിപ്രഷൻ മോഡൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ, അപ്പോൾ ഞാൻ പറയടാ, ദൈവം നടത്തും, ധൈര്യമായിട്ടിരിക്കുക, കർത്താവ് നടത്തും, കർത്താവല്ലേ കൈപിടിച്ചേക്കുന്നത്, ദൈവം അറിയാതെ വല്ലതും സംഭവിക്കുമോ? From where did I learn it? I learned it from the experience of Abraham. ഐസക്കിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന്. ദൈവം കരുതും, ദൈവം നടത്തും. ദൈവമക്കളെ, നമ്മൾ മറക്കാതെ തലമുറകളോട് ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സത്യമെന്ന് പറയുന്നത്, നമ്മുടെ ദൈവം നടത്താൻ കഴിയുന്നവനാണ്, കരുതാൻ കഴിയുന്നവനാണ്, കൈവിടാത്തവനാണ്, ഉപേക്ഷിച്ച് കളയാത്ത ദൈവമാണ്. സ്തോത്രം. എനിക്കറിയാം, വളരെ പ്രയാസത്തിലൂടെ, വളരെ ബുദ്ധിമുട്ടിലൂടെ ഒരു ദൈവപ്രവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് ദൈവം മുൻപാകെ ആരോടും പറയാതെ ഈ കർക്കിടക മാസത്തിൽ മഴ പെയ്യുന്നത് പോലെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്ന പല പ്രിയപ്പെട്ടവരും തന്നെ കേൾക്കുന്നുണ്ട്. സ്തോത്രം. ആരും കണ്ടില്ലെങ്കിലും എനിക്ക് നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ പറയാനുള്ള ഒരു ദൂതെന്ന് പറയുന്നത്, യഹോവ ജൈറ, തമ്പുരാൻ കരുതുന്ന ദൈവമാ. സ്തോത്രം. ഇമ്പോസിബിലിറ്റീസ് മാത്രം മുമ്പിൽ നിൽക്കുമ്പോൾ, അസാധ്യങ്ങൾ മാത്രം മുൻപിൽ നിൽക്കുമ്പോൾ, ഒരു ഉത്തരം പറയാനായിട്ട് ഒരു സൊല്യൂഷൻ തൻ്റെ മുൻപിലില്ലാതിരിക്കുമ്പോൾ, മുൻപ് നടന്ന സാഹചര്യങ്ങളെ നോക്കി ഗൂഗിളിറ്റ് ചെയ്തപ്പോൾ ഒരു ഉദാഹരണവും പറയാനായിട്ടില്ലാതിരിക്കുമ്പോൾ, എങ്ങനെയാണിത് സാധ്യമാകുന്നതെന്ന് മറ്റുള്ളവർ ചോദിക്കുന്ന ഒരു സാഹചര്യം തൻ്റെ മുൻപിലുണ്ടായപ്പോൾ, തമ്പുരാൻ അവനോട് പറഞ്ഞു, മോനോട് പറ, ദൈവം കരുതും, ദൈവം കരുതും. സ്തോത്രം. ഞാൻ ഒന്ന് രണ്ട് പ്രിയപ്പെട്ടവരുമായിട്ട് പേഴ്സണൽ ടോക്സ് ഞാൻ പറഞ്ഞിരുന്നു, ദൈവമായിട്ടൊരു കമ്മിറ്റ്മെന്റിലേക്ക് വരൂ, തമ്പുരാൻ കരുതും. സ്തോത്രം. ചിലരോട് ദൈവം ചോദിക്കുന്നത്, വേർ ഈസ് യുവർ കമ്മിറ്റ്മെന്റ് വിത്ത് മീ? എന്നോടുള്ള നിന്റെ ഉടമ്പടി എവിടെയാ? സ്തോത്രം. എന്നോടുള്ള നിന്റെ ഉടമ്പടി എവിടെയാണ്? ദൈവത്തോട് വളരെ കൃത്യമായിട്ട് കൈ കൊടുത്തിട്ട് നീ എൻ്റെ ദൈവമെന്ന് പറയുന്നിടത്ത് ആരംഭിക്കുന്നതാ ക്രിസ്ത്യ വിശ്വാസ ജീവിതം. യു ആർ മൈ ഗാഡ്, നീ എൻ്റെ ദൈവമാണെന്ന് കരം കൊടുത്ത് ദൈവത്തോട് പറയുന്നിടത്ത് ആരംഭിക്കുന്ന ക്രിസ്ത്യ വിശ്വാസം എന്ന് പറയുന്നത്. മറ്റാരുണ്ട് ലോകത്ത്? എനിക്ക് മറ്റാരുമില്ല. യു ആർ മൈ ഗാഡ്. അങ്ങനെ ദൈവം പരിശുദ്ധ പറയുന്നു, ദൈവമുണ്ട്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. ഇംപോസിബിലിറ്റിയെ പോസിബിലിറ്റി ആക്കുന്ന ഒരു ദൈവമുണ്ട്. കല്ലറയിൽ നിന്ന് ഒരാരംഭം കുറിക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. മറക്കരുത്. അടഞ്ഞുകിടക്കുന്ന കല്ലറയ്ക്കകത്ത് നിന്ന് ഒരു ചരിത്രമുണ്ടാക്കാൻ പറ്റുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. ഇവിടെ കൊണ്ട് തീർന്നു എന്ന് പറഞ്ഞ് റോമ ഗവൺമെന്റ് മുദ്രയൊക്കെ വെച്ചാലും, ആർക്കും ഉരുട്ടി മാറ്റാൻ പറ്റാത്ത കല്ലെടുത്ത് വെച്ചാലും ആ കല്ലിനെ മാറ്റിയിട്ട് ഒരാരംഭം കുറിക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ട്.
കല്ലുരുട്ടി മാറ്റാൻ അസാധ്യങ്ങളെ സാധ്യമാക്കാൻ പറ്റുന്ന, മരണത്തെ ജീവനാക്കാൻ പറ്റുന്ന ഒരു ദൈവമുണ്ട്. ദൈവമക്കളെ, നിങ്ങളെ ഞാൻ വളരെ ചിന്തിച്ച് കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ഈ ഭാഗം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആവർത്തന പ്രസിഡന്റ് ആകുമെന്ന് അറിഞ്ഞിട്ടും ഈ ഭാഗം തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം ദൈവം എന്നോട് പറഞ്ഞതാണ്, ചിലരോട് പറ, കരുതുന്ന ഒരു ദൈവമുണ്ട്. തകരരുത്, വിട്ടുകൊടുക്കരുത്, തീർന്നെന്ന് പറയരുത്. അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. നാട്ടുകാരൊക്കെ നോക്കി അത് ഫിനിഷായി എന്ന് പറയുമ്പോൾ, അല്ല, അപ്പുറത്തൊരു സ്തോത്രം വെളിച്ചം ഞാൻ കാണുന്നത് പറഞ്ഞ് തമ്പുരാനിലേക്ക് നോക്കാൻ കഴിയണം. കരുതുന്ന ദൈവമുണ്ട്. ഞാൻ ഒന്ന് വേഗത്തിൽ ഒന്ന് രണ്ട് ചിന്തകൾ അതിനോട് ചേർത്തെന്ന് പറയാം. നോക്കേ, ദൈവത്തിൻ്റെ കരുതലിൽ ഇപ്പം നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ടാകാം. ഐ നോ ദാറ്റ്. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, എനിക്കറിയാം. പലരുടെയും ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളെക്കുറിച്ച് മൊത്തം അറിയത്തില്ലെങ്കിലും ഒരു പരിധി വരെയൊക്കെ അറിയാം. പ്രയാസമാണ് അത്. രണ്ടാമത്തെ കാര്യമാണെന്നാണ് ഒന്നാമത് ഞാൻ പറയുന്നത്. ദാറ്റ് ഈസ് ദ സെക്കൻഡറി തിങ്. ദൈവത്തിൻ്റെ കരുതലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജോൺ 3:16. ടേക്ക് യുവർ ബൈബിൾ. ജോൺ 3:16 ബൈഹാർട്ട് അറിയാവുന്ന വാക്യമാണ്. തൻ്റെ ഫോർ ഗാഡ് സോ ലവ്ഡ് ദ വേൾഡ്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം 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 അവനെ നൽകിയത് മരണത്തിന് വേണ്ടിയല്ല, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകണം, സമൃദ്ധമായിട്ടുണ്ടാകണം. ആൻഡ് ദാറ്റ് മസ്റ്റ് ബി യുവർ ഇറ്റേണൽ ലൈഫ്, നിങ്ങളുടെ നിത്യജീവൻ. അപ്പൊ ദൈവത്തിന്റെ കരുതലിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ദ വൈറ്റൽ തിങ് ഇൻ ഗാഡ്സ് പ്രൊവിഷൻ, ഗാഡ്സ് കെയർ, ദ വൈറ്റൽ തിങ് ഇസ് നോട്ട് മൈ ഹെൽത്ത്, ബട്ട് ഇസ് ദേർ. അതവിടെ ഉണ്ട്. ദൈവത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ കരുതൽ എന്ന് പറയുന്നത്, പുത്രനെ തന്നിട്ട് എന്നെ മരണത്തിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നടത്തി എന്നുള്ളതാണ്. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലാത്ത പ്രിയപ്പെട്ടവരോട് എനിക്ക് ഇന്ന് പകലിൽ പറയാനുള്ളത്, ജോബ് ഈസ് സെക്കൻഡറി, യുവർ ഹെൽത്ത് ഈസ് സെക്കൻഡറി. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളും മരിക്കും, ഞാനും മരിക്കും, ഒരു സംശയമില്ല. എന്നും ഏത് പ്രവാചകനും അണുവിട തെറ്റാതെ പറയാൻ പറ്റുന്ന ഒരൊറ്റ ദൂതെന്ന് പറഞ്ഞതാ, നിങ്ങൾ മരിക്കും. കർത്താവ് വരാൻ താമസിച്ചാലെന്ന് നമ്മൾ അതിനോട് ഒരു അഡ്ജക്റ്റീവും കൂടെ ചേർത്ത് പറയും, കർത്താവ് വരാൻ താമസിച്ചാൽ. അപ്പം കർത്താവ് വരാൻ നേരത്തെ വന്നാൽ നമ്മൾ രൂപാന്തരം പ്രാപിക്കും. പക്ഷെ ഇതിനപ്പുറത്തൊരെണ്ണമുണ്ട്. ഏതിനപ്പുറത്താ? ബിയോണ്ട് ഡെത്ത്, മരണത്തിനപ്പുറത്ത് ഒരു ജീവനുണ്ട്. മരണത്തിനപ്പുറത്ത് ഒരു ജീവനുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു മരണത്തിനപ്പുറത്തുള്ളതിനെ ഒന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വേർ യു ഏബിൾ ടു കൺഫേം ഇറ്റ്? ഇതെങ്ങനെ സാധ്യമാകുക? എങ്ങനെ പോസിബിൾ ആകുന്നത്? ബൈ കൺഫസിങ് ദാറ്റ് ജീസസ് ഈസ് മൈ ലോർഡ്. കർത്താവ് എൻ്റെ ദൈവമാണെന്ന് ഏറ്റു പറയുന്നതിലൂടെയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ പ്രാരംഭത്തിൽ പറഞ്ഞത്, യഹോവ എൻ്റെ ദൈവം. ഇസ്രായേൽ എന്ന് പറഞ്ഞ ജനം ദൈവത്തിൻ്റെ ജനമാകാനുള്ള കാരണം അവരാവർത്തിച്ച് പറഞ്ഞു, അങ്ങ് എൻ്റെ ദൈവം. ഇപ്പം ദൈവത്തിൻ്റെ പ്രൊവിഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറ്റ്സ് നോട്ട് യുവർ ജോബ്. നിങ്ങൾക്കൊക്കെ ജോലി വേണം കേട്ടോ, ദൈവം നിങ്ങൾക്ക് ജോലി തരും.
നിങ്ങളുടെ രോഗങ്ങൾ മാറണം, തമ്പുരാൻ അത്ഭുതം ചെയ്യാൻ പറ്റും. വീട് വേണ്ട പ്രിയപ്പെട്ടവരുണ്ട്. God can do miracle. But the prime thing is not your house. It's not your health. It's neither your job nor your relationship. It's your relationship with your God. തമ്പുരാനുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സൗഹൃദരെ മറക്കല്ല കേട്ടോ. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. എത്ര ലൈഫ് കിട്ടുമെന്ന് അറിയില്ല. ദൈവത്തിൻ്റെ പ്രൊവിഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹി ഹാസ് പ്രൊവൈഡഡ് യു വിത്ത് ഇറ്റേണൽ ലൈഫ്, നിത്യജീവൻ. 22-ാം അധ്യായത്തിൽ നിങ്ങൾ വന്നോളൂ. അബ്രഹാം മോനോട് പറഞ്ഞു, മോനെ ദൈവം കരുതും. അപ്പനും മോനും കൂടെ യാത്ര ചെയ്തു. ഇവനെ പിടിച്ച് കിടത്തി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അവൻ കയറി കിടന്നു കൊടുത്ത് കാണാം. അപ്പൻ ദൈവത്തെ അനുസരിച്ചതുപോലെ തന്നെ ഈ മകനും തമ്പുരാനെ അനുസരിച്ചു. നമ്മൾ അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ 16 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയേ. വേഴ്സ് 16 ഫോളോവിങ്. നീ ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായകൊണ്ട് ഐ വിൽ ബ്ലെസ് യു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. യെസ്, ഐ വിൽ ബ്ലെസ് യു ഗ്രേറ്റ്ലി. നിങ്ങൾ ദൈവത്തെ അനുസരിക്കാനായിട്ട് തീരുമാനമെടുക്കുമ്പോൾ ദൈവത്തിന് മറുപടി, നീ അത് ചെയ്യാൻ മടിക്കായകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. അടുത്തത്, നിന്റെ സന്തതി അടുത്തത് Okay, in you the world will be blessed. അടുത്ത വാക്യം 20-ാമത്തെ വാക്യം നോക്കിയേ. വലിയൊരു കാര്യം പറഞ്ഞു വരുക, ഭയങ്കര ഒരു കാര്യം. എന്താ കാര്യം? അബ്രഹാം സ്വന്തം പുത്രനായ ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കാനായിട്ട് പോയി. ദൈവം അവൻ്റെ അടുക്ക് ഇറങ്ങി വന്നു, ഒരാടിനെ കൊടുത്ത് യാഗമർപ്പിച്ചു. പുള്ളി മടങ്ങിപ്പോയി. പെട്ടെന്ന് ഒരു പോയിന്റ് വന്നപ്പോൾ ഒരു ബന്ധമില്ലാത്തൊരു കാര്യം, ഇല്ലയോ? ഒരു കണക്ഷനും ഇല്ല. അത് ചെയ്ത് ചോദിക്കും, നിങ്ങൾ വായിച്ചു നോക്കി, തോന്നില്ലയോ? അനന്തരം മിൽക്ക നാഹോരിന് പിള്ളാരെ പ്രസവിച്ചു. ഇറ്റ്സ് ജീനിയോളജി. ഇതെന്താ പറയാൻ വരുന്നത്? ഞാൻ പറയാൻ വരുന്നത്, നോക്ക്, ഇസ്ഹാക്ക് ജനിച്ച് യാഗമർപ്പിക്കാൻ കൊണ്ടുപോയി 40-ാമത്തെ വയസ്സിലാണ് പുള്ളി കല്യാണം കഴിക്കുന്നത്. പക്ഷെ തമ്പുരാൻ പറയടാ, നിൻ്റെ മോനെ നീ യാഗമർപ്പിക്കാനായിട്ട് അനുസരണത്തോടെ നിന്നതുകൊണ്ട്, എൻ്റെ കുഞ്ഞെ നീയെ അപ്പനെ അനുസരിച്ചതുകൊണ്ട്, ഹിയർ ഈസ് യുവർ പ്രൊവിഷൻ ഫോർ യുവർ ഫ്യൂച്ചർ. ഇവിടെ നിൻ്റെ ഭാവിക്കുള്ളത്. ഈ പിള്ളേരൊക്കെ പൊതുവെ വളർത്തുന്നത് തന്നെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നത്. അങ്ങനെയല്ലേ? നമ്മൾ ഈ 10-ാമത്തെ വയസ്സിലും 2-ാമത്തെ വയസ്സിലും 5-ാം വയസ്സിലും വരെ കുസൃതി കാണിക്കുന്നുണ്ട്. പഠിക്കാത്തപ്പോൾ ചോദിക്കും, നിനക്ക് ആര് പെണ്ണ് തരുവാണെന്ന് ചോദിക്കുന്നത്. പെൺപിള്ളാരോട് അങ്ങനെ ചോദിക്കും. പെൺപിള്ളാരോട് പോയി പറയും, നീ എവിടെയും പോയി നിൽക്കേണ്ടതല്ലുള്ളടി. ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ അമ്മ കൂടെ വരത്തൊന്നുമില്ല, മര്യാദയ്ക്ക് നിൽക്കണമെന്ന് ഇടയ്ക്കിടയ്ക്ക് അമ്മമാർ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇല്ലയോ? വല്ലയിടത്തും പോയി നിൽക്കേണ്ടതാണ്. വളർത്തിക്കൊണ്ട് വരുന്നത് തന്നെ അത് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഒരു 18 വയസ്സുള്ള, ഞാൻ അപ്രോക്സിമേറ്റ് ഒക്കെ പറയുന്നുള്ളൂ കേട്ടോ, ബൈബിൾ കൃത്യമായിട്ട് എത്ര ഏജ് ഒന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ദൈവത്തെ അനുസരിച്ച് കഴിഞ്ഞപ്പോൾ ദ സെക്കൻഡ് ജൈറ ഇറേ ഗാഡ് ടേക്സ് കെയർ ഓഫ് യുവർ ഫ്യൂച്ചർ. നിൻ്റെ ഭാവിയെ തമ്പുരാൻ കരുതുന്നു. നമുക്ക് വലിയ ആഴമേറിയ ദൈവശാസ്ത്രം പറഞ്ഞ് ഒരൊറ്റ മാമിനെ കൊണ്ടുപോയിട്ട് പറയുക, 10,000 ഒരു പെങ്കൊച്ച് ജനിച്ചേക്കുന്നു. Believe and trust God. ദൈവത്തിൽ വിശ്വസിക്ക്. തമ്പുരാനെ കൊണ്ട് കഴിയാത്ത ഒരു പ്രയാസവുമില്ല. ഫ്യൂച്ചർ, നിന്റെ ഭാവി തമ്പുരാന്റെ കയ്യിൽ ഭദ്രമാണ്. നിങ്ങളുടെ ഭാവി ദൈവത്തിന് മുൻപാകെ സുരക്ഷിതമാണ്. 2 കാര്യമാണ് ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ കരുതലിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് യുവർ ഇറ്റേണിറ്റി. നിങ്ങളുടെ നിത്യതയാണ് വിഷയം.
തൻ്റെ ഏകജാതനെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകാൻ തക്കവണ്ണം. 2, ഓൾ ഓഫ് എ സഡൻ എന്താ സ്റ്റോറി ടെല്ലിംഗ് സ്റ്റൈലൊന്ന് മാറ്റിച്ച് പറയുകയാണ്, ഗാഡ് ടേക്സ് കെയർ ഓഫ് യുവർ ഫ്യൂച്ചർ. തമ്പുരാൻ നിന്റെ ഭാവിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം. ഞാൻ ഈ താഴോട്ട് വരുന്ന ഭാഗങ്ങളിൽ നിങ്ങൾ വായിച്ചു നോക്കണം. മക്കളില്ലാതിരുന്ന സമയത്ത് ഇസ്ഹാക്ക് ഒരുപക്ഷെ ഭാര്യയോട് പറഞ്ഞു കാണാം, 20 വർഷം കാത്തിരുന്നപ്പം, റിബേക്ക പേടിക്കണ്ട, കരുതുന്നൊരു ദൈവമുണ്ട്, പേടിക്കാതിരി, ദൈവം കരുതും. പിള്ളേർ തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ ഇസ്ഹാക്ക് പറഞ്ഞു കൊടുത്തു കാണാം, യഹോവ ജൈറ, തമ്പുരാൻ കരുതും. ഇന്നെന്നെ കേൾക്കുന്ന ഈ മക്കളോട് സമയം മുമ്പോട്ട് പോകുന്നുകൊണ്ടാണ്. നിങ്ങളുടെ ലൈഫിൽ ഏത് പ്രതിസന്ധിയിലാണ് നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നത് എന്നത് ദൈവത്തെ സംബന്ധിച്ച് വിഷയമല്ല. ദൈവം ആദ്യമായിട്ടും അൾട്ടിമേറ്റ് ആയിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്നത്, ദ ഫസ്റ്റ് ആൻഡ് അൾട്ടിമേറ്റ് തിങ്, മേക്ക് എ കംപ്ലീറ്റ് സറണ്ടർ. Yield yourself before God's wish and God's will. ദൈവത്തിൻ്റെ മുൻപാകെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് സറണ്ടർ ചെയ്യും. തമ്പുരാൻ നിങ്ങളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിയോഗമുള്ളതുകൊണ്ട്, നിങ്ങളിൽ വ്യക്തിപരമായിട്ട് പ്രാർത്ഥന ആവശ്യമുണ്ട് എന്ന് സ്തോത്രം ഹൃദയത്തിൽ തോന്നുന്ന പ്രിയപ്പെട്ടവർ ദയവായിട്ട് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ.